കിട്ടണം. മോള് 39 മരിച്ച്. തള്ളയുടെയും ആ പിന്നെ നാത്തുവിൻ്റെയും ഭർത്താവിൻ്റെയും പീഡനം കാരണം എൻ്റെ കുഞ്ഞ് മരിച്ചത്. വന്ന അവസ്ഥ ഇനി ഒരു തള്ളക്കും വരും. 40 ദിവസത്തെ പ്രതി 40 കൊല്ലത്തെ പ്രതിയായിരുന്നു എൻ്റെ മോള് പുറത്ത്. ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ആലപ്പുഴ തൃക്കുന്നപ്പുഴയിൽ നവവധു ജീവനൊടുക്കിയ സംഭവത്തിൽ നമ്മൾ ഇതിനു മുന്നേ ഒരു വീഡിയോ ചെയ്തിരുന്നു. കേവലം 39 ദിവസം മാത്രം നീണ്ടുനിന്ന ദാമ്പത്യമായിരുന്നു ഫാത്തിമ എന്ന് പറയുന്ന സഹോദരിയും മുഹമ്മദ് നൗഫൽ എന്ന് പറയുന്നവരുടെ ഭർത്താവുമായിട്ട് ഉണ്ടായിരുന്നത്. മരിക്കുന്ന സമയത്ത് ഫാത്തിമ ഏകദേശം 2 ആഴ്ച ഗർഭിണിയായിരുന്നു എന്നുള്ള ഒരു കാര്യം കൂടി നമ്മൾ അതിൻ്റെ ഒപ്പം പറഞ്ഞിരുന്നു. ആ സംഭവത്തിൽ അവരുടെ മാതാവിനെതിരെയും അതുപോലെ തന്നെ സഹോദരിയായ ഭീമയ്ക്കെതിരെയും അതുപോലെ തന്നെ ഉമ്മയ്ക്കെതിരെയും എല്ലാം കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിരുന്നു. ഇതിലേറ്റവും ഞെട്ടിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ആഭ്യന്തരമന്ത്രിയായ രമേശ് ചെന്നിത്തലയുടെ നാട്ടുകാരിയാണ് ഈ മരിച്ച ഫാത്തിമ എന്ന് പറയുന്നത്. ആ മരണപ്പെട്ട സമയത്ത് ആ വീട്ടിൽ പോവുകയും തീർച്ചയായിട്ടും അടിയന്തര നടപടി എടുക്കുമെന്ന് ആ വീട്ടുകാർക്കും കുടുംബക്കാർക്കും എല്ലാം ഉറപ്പ് കൊടുക്കുകയും ചെയ്തിരുന്നു. എന്നിട്ട് പോലും ആ പ്രതിയായ ഭർത്താവിനെയോ അല്ലെങ്കിൽ ഉമ്മയെയോ അല്ലെങ്കിൽ സഹോദരിയെയോ ഒന്നും അറസ്റ്റ് ചെയ്യാൻ പോലും പോലീസ് മടിച്ചു നിൽക്കുകയാണ് എന്നുള്ളതാണ്. ഇപ്പോഴും പോലീസ് ഇരുട്ടിൽ തപ്പുകയാണ്. സെഷൻസ് കോടതിയിൽ വെച്ചിട്ട് അവർ മുൻകൂർ ജാമ്യാപേക്ഷയുമായി പോയിരുന്നെങ്കിലും കോടതി അത് തള്ളിയിരുന്നു. എന്നിട്ടും അറസ്റ്റ് ഉണ്ടായില്ല. നിങ്ങൾ നോക്കണം, എവിടെയാണ് പാവപ്പെട്ട ആൾക്കാർക്ക് നീതി കിട്ടുക? ആ ഉമ്മ തളർന്ന കണ്ണുകളുമായിട്ട് കണ്ണീരുമായിട്ട് ഇപ്പോഴും ഇങ്ങനെ നീതിക്കായിട്ട് മുട്ടാത്ത വാതിലുകളില്ല, ഇപ്പോഴും കാത്തിരിക്കുകയാണ്. എൻ്റെ മകളായ ഫാത്തിമയ്ക്ക് നീതി കിട്ടണമെന്ന് പറയാണ്. കേവലം 19 വയസ്സ് മാത്രമായിരുന്നു ആ മരിക്കുന്ന സമയത്ത് ഫാത്തിമ എന്ന് പറയുന്ന കുട്ടിയുടെ പ്രായം. അതും നമ്മൾ പറഞ്ഞിരുന്നതാണ്. അതുപോലെ തന്നെ ദാമ്പത്യം നീണ്ടുപോയത് 39 ദിവസമാണെങ്കിലും അത് 39 കൊല്ലം പോലെയാണ് തൻ്റെ മകൾ കഴിച്ചു കൂട്ടിയത് എന്നാണ് ഇവരുടെ ഉമ്മ അതിൻ്റെ മുന്നേ നമ്മളോട് പറഞ്ഞത്. അതാണ് വീഡിയോൻ്റെ തുടക്കം തന്നെ നിങ്ങൾ കണ്ടത്. ഈ ഒരു കാര്യത്തിൽ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് നീതി കിട്ടണമെന്നും പ്രതികളെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോൾ കുടുംബം വീണ്ടും രംഗത്തെത്തിയിരിക്കുകയാണ്. കാരണം പോലീസിൻ്റെ ഈ ഒരു ഒത്തുകളി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും പ്രതികൾ ഇവരുടെ മുന്നിൽ കൂടി കോട്ടും സൂട്ടുമിട്ട് കാറിൽ ഇങ്ങനെ ഞെളിഞ്ഞു നടക്കുന്നത് ആ ഉമ്മയ്ക്ക് കണ്ടിട്ട് സഹിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല. കാരണം ആ ഉമ്മയുടെ മകളായ ഫാത്തിമ എന്ന് പറയുന്ന 19 വയസ്സുള്ള യുവതി ഇപ്പോൾ ഖബറിലാണ്. ആ ഉമ്മയുടെ കണ്ണുനീരിന് തീർച്ചയായിട്ടും ഇവിടുത്തെ നിയമം കൊണ്ട് എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ പറ്റുമെങ്കിൽ ചെയ്തു കൊടുക്കണമെന്ന് ആ ഉമ്മ എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ്. ഇപ്പോൾ കുടുംബം മൊത്തം പറയുന്നത് പോലീസ് അവർക്ക് മുൻകൂർ ജാമ്യം ഹൈക്കോടതിയിൽ പോയി വാങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒത്തുകളിയാണ് നടത്തുന്നത് എന്ന രീതിയിലാണ് ഫാത്തിമയുടെ ഉമ്മ ഇപ്പോൾ പറയുന്നത്. നമുക്ക് ഉമ്മയുടെ വാക്കുകൾ കേൾക്കാം. നീതി കിട്ടണം. മോള് 39 മരിച്ച്. തള്ളയുടെയും ആ പിന്നെ നാത്തുവിൻ്റെയും ഭർത്താവിൻ്റെയും പീഡനം കാരണം എൻ്റെ കുഞ്ഞ് മരിച്ചത്. എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് നീതി മേടിച്ചു തരണം സാറ്. പോലീസ് ഇതിനു വേണ്ടി മുൻകൈ എടുക്കുന്നില്ല. ഞങ്ങളെന്ത് ചെയ്യും? ഞങ്ങളുടെ കുഞ്ഞ് പോയില്ലേ? ഞങ്ങൾക്ക് വലിയ തീരെ നഷ്ടമാണ് സാറേ സംഭവിച്ചിരിക്കും. കേവലം 19 വയസ്സുള്ള മകളുടെ ദുര്യോഗം ആലോചിച്ചിട്ട് കരഞ്ഞ് തളർന്നിരിക്കുകയാണ് ഈ ഉമ്മ എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഏപ്രിൽ 19 പല്ലന സ്വദേശി ഫാത്തിമയും പുന്നപ്ര സ്വദേശി മുഹമ്മദ് നൗഫലുമായിട്ടുള്ള കല്യാണം കഴിഞ്ഞത്. അതിനുശേഷം ഏകദേശം വെറും 39 ദിവസം മാത്രമാണ് അവരുടെ ദാമ്പത്യം നീണ്ടുനിന്നത്. മെയ് 28 രാത്രി പല്ലനയിലെ വീട്ടിലെത്തിയാണ് ഈ ഫാത്തിമ എന്ന് പറയുന്ന സഹോദരി അന്ന് തൂങ്ങി മരിച്ചത്. ആ സംഭവം നമ്മളെല്ലാവരും ഓർക്കുന്നുണ്ടാവും. ഇതിനെക്കുറിച്ച് ഉപ്പ പറയുന്നുണ്ട്. കാരണം ഇവർ പൊന്നൊക്കെ ഇട്ട് ആ വീട്ടിൽ പോയ സമയത്ത് ഒറിജിനൽ പൊന്നെടുത്തിട്ട് അത് ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് കല്ലിൽ ഉരച്ചിട്ട് പോലും ഈ കുട്ടിയെ അവർ അപമാനിക്കുക പോലും ചെയ്തിരുന്നു. അതുപോലെ തന്നെ മുടി കുറവാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കുക. അത്തരത്തിൽപ്പെട്ട പല രീതിയിലുള്ള പീഡനങ്ങളും അതുപോലെ തന്നെ അപഹാസ്യങ്ങളും കഥാപാത്രമായ ഒരു സഹോദരിയാണ് ഈ ഫാത്തിമ. അതുകൊണ്ട് തന്നെയാണ് ഗത്യന്തരമില്ലാതെ വന്നപ്പോഴാണ് ബക്രീദിനോട് അനുബന്ധിച്ച ലീവിൻ്റെ സമയത്ത് സ്വന്തം വീട്ടിലേക്ക് വരികയും പുന്നപ്രയിലെ വീട്ടിലെത്തിയതിനു ശേഷം അവർ മരിക്കുകയും ചെയ്തത്. ഈ സംഭവത്തിൽ ഉപ്പയ്ക്ക് ഇപ്പോൾ എന്താണ് പറയാനുള്ളത് നമുക്ക് കേൾക്കാം. മേടിച്ചുകൊണ്ട് 3 ദിവസം ചെന്നപ്പോഴത്തേക്ക് മോടെ സ്വർണ്ണം ഊരിയെടുത്ത് ഉരച്ച് നോക്കി, അവിടെ തൂക്കി നോക്കി സ്വർണ്ണമാണോ എന്ന്. ശ്രീധരത്തിൻ്റെ കാര്യം പറയും. അടുത്ത വീട്ടിൽ കല്യാണം നടക്കുകയാണെങ്കിൽ അവിടെ 10, 50, 25 പവനൊക്കെ മേടിക്കും. കണ്ട അവിടെ 50 കിട്ടി, ഇവിടെ 25 കിട്ടി എന്നൊക്കെ പറഞ്ഞ് കുഞ്ഞിനെ അങ്ങ് തേജോധം ചെയ്യായിരുന്നു. ഒരു രാത്രി 1:30 മണിക്ക് കുഞ്ഞ് ബോധം കെട്ടു, അടികൊണ്ട് ബോധം കെട്ട് വീണ് ആട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. കുഞ്ഞിൻ്റെ കമ്മലൊടിഞ്ഞ് ഇതൊക്കെ അവർ ചെയ്ത പണിയാണ്. അപ്പോൾ ഉപ്പ പറയുന്നത് നിങ്ങൾ കേട്ട് കാണും. ഇത് തന്നെയാണ് ഇത്രയും
സങ്കടം നിറഞ്ഞ ഒരു ജീവിതത്തിലോട് കൂടിയാണ് ഉമ്മയും ഉപ്പയും അതുപോലെ തന്നെ അവരുടെ ബന്ധുമിത്രാദികളെല്ലാം കടന്നു പോകുന്നത്. കേവലം കേസെടുത്തത് കൊണ്ട് മാത്രം ഒരിക്കലും അവർക്ക് നീതി കിട്ടുകയില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പോലീസ് തീർച്ചയായിട്ടും ഉന്നതർക്കൊപ്പമാണ് എവിടെയും. പാവപ്പെട്ടവർക്ക് നീതി കിട്ടണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇത് ഞാൻ പറഞ്ഞതുപോലെ ആഭ്യന്തരമന്ത്രി പോലും ഇടപെട്ടിട്ട് നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞിട്ട് പോലും ഈ കുടുംബത്തിന് ഇപ്പോൾ യാതൊരു നീതിയും കിട്ടുന്നില്ല. ഈ സഹോദരിയെ അടിച്ച് ബോധം കെടുത്തിയിട്ടതിന് ശേഷം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതൊക്കെ ആ ഉപ്പ പറയുന്നത് നിങ്ങൾ കേട്ട് കാണും. സ്വന്തം മകളെ ഒരു മാസം കൊണ്ട് കല്യാണം കഴിച്ച് പറഞ്ഞേച്ച വീട്ടിൽ നിന്ന് അടികൊണ്ട് ബോധം കെട്ട് ഹോസ്പിറ്റലൊക്കെ കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ എത്രമാത്രം കഠിനമായ പീഡനമാണ് ആ വീട്ടിൽ ആ സഹോദരി നേരിട്ടത് എന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. ഇനി അവരുടെ സഹോദരൻ കൂടി പറയുന്നുണ്ട്, നമുക്കതുകൂടി കേൾക്കാം. 3000 കിലോമീറ്റർ താണ്ടി പോയി പ്രതികളെ അറസ്റ്റ് ചെയ്യുന്ന പോലീസുകാർ, ഈ മൂക്കിൻ്റെ തുമ്പ് തിറക്കുന്ന പോലീസുകാരെ ഈ പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഞങ്ങൾ ഏത് നിയമത്തിൽ വിശ്വസിക്കേണ്ട? സോ ആഭ്യന്തരമന്ത്രിയുടെ മണ്ഡലമാണ്. ആഭ്യന്തരമന്ത്രി ഇവിടെ വന്നിട്ട് പോയാണ്. ഈ മരണവുമായി ബന്ധപ്പെട്ട് ആഭ്യന്തരമന്ത്രി ഇവിടെ വന്നതാണ്. ഇപ്പം നമ്മൾ 2-3 പ്രാവശ്യം ആഭ്യന്തരമന്ത്രിയെ കണ്ടതുമാണ്. വേണ്ടതൊക്കെ ചെയ്യാമെന്ന് അദ്ദേഹം പറഞ്ഞതുമാണ്. എന്നിട്ട് പോലും ഈ പോലീസുകാർക്ക് അതിൻ്റെതായ ഊർജ്ജതയില്ല. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിൻ്റെ ഒരു സ്ഥിതി. വലിയ വലിയ ആൾക്കാരെയൊക്കെ സെക്കൻഡുകൾ കൊണ്ട് കീഴ്പ്പെടുത്തി അറസ്റ്റ് ചെയ്യുന്ന നമ്മുടെ പോലീസ് മൂക്കിൻ്റെ തുമ്പത്തുള്ള ഈ ഭർത്താവിനെയും അതുപോലെ തന്നെ ഉമ്മയും സഹോദരി അടക്കമുള്ള ആൾക്കാരെ ഒന്ന് അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിലെടുത്ത് ക്വസ്റ്റ്യൻ ചെയ്യാൻ പോലും മടിച്ചു നിൽക്കുകയാണ്. അത്തരത്തിൽപ്പെട്ട ഒരു ലോകത്താണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത്. പാവപ്പെട്ട കുടുംബമാണ് എങ്കിൽ തീർച്ചയായിട്ടും നീതി കിട്ടണമെങ്കിൽ കുറച്ച് കഷ്ടപ്പാടാണ് എന്ന് നമുക്ക് ഈ വീഡിയോ കാണുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടി സാധിക്കും. 19 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു യുവതി നഷ്ടപ്പെട്ട ഉമ്മയുടെ കണ്ണുനീർ തീർച്ചയായിട്ടും ഈ വീഡിയോയുടെ തുടക്കത്തിൽ നിങ്ങൾ കണ്ടതാണ്. ഏതായാലും ആ ഉമ്മയുടെ കണ്ണുനീർ തീർച്ചയായിട്ടും പടച്ച തമ്പുരാൻ കാണും. തീർച്ചയായിട്ടും ആ ഉമ്മയ്ക്കുള്ള നീതി തീർച്ചയായിട്ടും ഈ ലോകത്ത് നിന്ന് തന്നെ നടപ്പാക്കപ്പെടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ നിയമത്തിൻ്റെ കണ്ണിലേക്ക് ഈ വീഡിയോ എത്തുന്നത് വരെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. നിയമത്തിൻ്റെ കണ്ണിൽ തീർച്ചയായിട്ടും ആ കുടുംബത്തിനും മരണപ്പെട്ട ഫാത്തിമ എന്ന് പറയുന്ന സഹോദരിക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കുമെല്ലാം ഏതായാലും നീതി കിട്ടട്ടെ. എത്രയും പെട്ടെന്ന് ഇതുമായി ബന്ധപ്പെടുത്തി ഏതായാലും അവരുടെ ഭർത്താവിനെയും ഉമ്മയടക്കമുള്ളവരെ അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയെടുത്ത് ക്വസ്റ്റ്യൻ ചെയ്യാൻ പോലീസ് തുനിയുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഏതായാലും ഹൈക്കോടതിയിൽ ജാമ്യാപേക്ഷ നിലനിൽക്കുന്നത് കൊണ്ടാണ് അറസ്റ്റ് ചെയ്യാത്തത് എന്നും ആ ജാമ്യം കൂടി കഴിയുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിയമ നടപടിയുമായി പെട്ടെന്ന് തന്നെ മുന്നോട്ട് പോകും. അത്തരം ബന്ധപ്പെട്ട നിയമ തടസ്സങ്ങൾ ഉള്ളത് കൊണ്ടാണ് അറസ്റ്റ് ചെയ്യാത്തത് എന്നാണ് ഇപ്പോൾ പോലീസ് വൃത്തങ്ങളിൽ നിന്ന് പുറത്തു വരുന്ന വാർത്തകൾ. ഏതായാലും പെട്ടെന്ന് തന്നെ നീതി നടപ്പിലാക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. മറ്റു വീഡിയോയുമായി വരുന്നതുവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.